അധ്യായം 80 സൂറത്തു അബസ. മുഖം ചുളിച്ചു. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 42. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രമുഖരായ ചില ഖുറൈശി നേതാക്കളുമായി സംസാരിച്ചും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. അവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പ്രതികരണം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യമായി ഉപദേശിക്കുമ്പോൾ അധികം എതിർപ്പു നേരിടുകയില്ലല്ലോ. ഈ സന്ദർഭത്തിലാണ് അന്ധനായിരുന്ന അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു ചെന്നത്. ആദ്യം മുതൽക്കേ സത്യവിശ്വാസം സ്വീകരിച്ച ഒരു സ്വഹാബിയാണ് അദ്ദേഹം. അന്ധത നിമിത്തം സന്ദർഭം മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. നബിയെ, എനിക്ക് മാർഗദർശനം നൽകണം, വല്ലതും പഠിപ്പിച്ചു തരണം എന്നിങ്ങനെ അദ്ദേഹം അപേക്ഷിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് വിരസമായി തോന്നി. ആ സംഭാഷണത്തിന് വിരാമമിടുവാൻ ഇത് കാരണമാകുമെന്നു മാത്രമല്ല, കേവലം സാധുവും അന്ധനുമായ ഒരാൾ അവരുടെ സദസ്സിൽ സംബന്ധിക്കുന്നത് ആ പ്രമാണിമാർക്ക് രസിക്കുകയില്ല. അങ്ങനെ ആ സന്ദർഭം നഷ്ടപ്പെട്ടേക്കുമെന്ന് കരുതി തിരുമേനി അദ്ദേഹത്തോട് വൈമുഖ്യം കാണിക്കുകയുണ്ടായി. മിക്ക മുഫസ്സിറുകളും തിർമിദി, ഹാക്കിം റഹ്മഹുമുള്ള മുതലായവരും ഉദ്ധരിച്ചു കാണാവുന്ന ഈ സംഭവത്തെപ്പറ്റിയാണ് ഈ അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വചനം 1. അബസ, അദ്ദേഹം മുഖം ചുളിച്ചു. വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു. അബസ വതവല്ല, അദ്ദേഹം മുഖം ചുളിച്ചു തിരിഞ്ഞു കളയുകയും ചെയ്തു. വചനം 2. അൻജാഅഹു, തൻ്റെ അടുക്കൽ വന്നതിനാൽ. അൽ അഅ്മ, കുരുടൻ. അൻജാഅഹുൽ അഅ്മ, തൻ്റെ അടുക്കൽ ആ കുരുടൻ വന്നതിനാൽ. വചനം 3. വമായുദ്രീക, നിനക്കു എന്തറിയാം. ലഅല്ലഹു, അവനായേക്കാം. യസ്സക്ക, പരിശുദ്ധി പ്രാപിക്കും. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, നബിയെ, നിനക്ക് എന്തറിയാം, അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. വചനം 4. ഔ യദ്ദക്കറു, അല്ലെങ്കിൽ അവൻ ഉപദേശം സ്വീകരിക്കും, ഓർമ്മിച്ചേക്കും. ഫതൻഫഅഹു, എന്നിട്ടു അവന് ഉപകാരം ചെയ്യുകയും. അദ്ദിക്റോ, ഉപദേശം, സ്മരണ. ഔ യദ്ദക്കറു ഫതൻഫഅഹു അദ്ദിക്റാ, അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം. അദ്ദേഹം മുഖം ചൊളിച്ചു എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിമുഖീകരിച്ചുകൊണ്ടോ പേര് വ്യക്തമാക്കിക്കൊണ്ടോ ആക്ഷേപിക്കാതെ സൗമ്യമായ രൂപത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മര്യാദ പഠിപ്പിക്കുകയാണ്. തിരുമേനിയുടെ ഉദ്ദേശ്യം പരിപാവനവും മഹത്തായതും തന്നെ. പക്ഷേ ഒരു മറുവശം കൂടി ആലോചിക്കേണ്ടതുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ആക്ഷേപിക്കുന്നത്. എത്ര നിസ്സാരമായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഒരു വീഴ്ച വന്നു പോയാൽ ഉടനെ അള്ളാഹു അത് തിരുത്തുക പതിവാണ്. ഇതിന് ഉദാഹരണങ്ങൾ ഖുർആനിൽ വേറെയും കാണാം. ഒരാൾ മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മധ്യേ അയാളോട് ഇടക്കു കടന്ന് സംസാരിക്കുക, അവരുടെ സംഭാഷണത്തിന് വിഘാതമുണ്ടാക്കുക, അവരുടെ സമ്മതം പ്രതീക്ഷിക്കാതെ അവരുടെ ഇടയിൽ പ്രവേശിക്കുക മുതലായവ നല്ല വഴക്കമല്ല. നബിവചനങ്ങളിൽ ഇവയെക്കുറിച്ച് പ്രത്യേകം പ്രസ്താവിച്ചിട്ടുമുണ്ട്. ആ സ്ഥിതിക്ക് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു ചെന്നപ്പോൾ തിരുമേനിക്ക് വെറുപ്പ് തോന്നിയതിൽ ഇത്ര ആക്ഷേപിക്കുവാനുണ്ടോ എന്ന് സംശയിക്കപ്പെടാം. ഇതിന് മറുപടി അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ തന്നെ അടങ്ങിയിരിക്കുന്നത് കാണാം. ആഗതൻ കേവലം കണ്ണു കാണാത്ത ഒരാൾ വന്നത് ഉപദേശം തേടിക്കൊണ്ട്. ആ ഉപദേശം അദ്ദേഹത്തിന് ഫലം ചെയ്യുമെന്ന് ന്യായമായും കരുതാവുന്നതുമാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലുണ്ടായിരുന്നവരോ ഉപദേശം അവർക്ക് അങ്ങോട്ട് വെച്ച് കെട്ടുകയാണ്. അത് സ്വീകരിക്കുവാനുള്ള സന്മനസ്സുണ്ടാകുമെന്ന് കരുതത്തക്ക നിലപാടല്ല അവർക്കുള്ളതും. തുടർന്ന് പറയുന്നത് നോക്കുക. വചനം 5. അമ്മാമൻ, എന്നാൽ യാതൊരുവൻ. ഇസ്തഗ്ന, ധന്യത നടിച്ച. അമ്മാ മൻ ഇസ്തഗ്ന,
എന്നാൽ ധന്യത നടിച്ച അഥവാ സ്വയം പര്യാപ്തനെന്നു ധരിച്ചവനാകട്ടെ, വചനം 6. ഫഅൻത ലഹു, അപ്പോൾ നീ അവനു വേണ്ടി തസദ്ദ, ഒരുമ്പെട്ടിരിക്കുന്നു. فأنت له تصدى. അവനു വേണ്ടി നീ ഒരുമ്പെട്ടിരിക്കുന്നു. വചനം 7. വമാ അലൈക, നിന്റെ മേൽ എന്താണുള്ളത്? അല്ലാ യസ്സക്ക, അവൻ പരിശുദ്ധി പ്രാപിക്കാതെ അഥവാ നന്നാവാതെ ഇരിക്കുന്നതിന്. وما عليك ألا يزكى. അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിന്റെ മേൽ എന്താണ് ബാധ്യത ഉള്ളത്? വചനം 8. വഅമ്മാമൻ, എന്നാൽ യാതൊരുവനാകട്ടെ, ജാഅക, നിന്റെ അടുക്കൽ വന്ന, യസ്ആ, ഉത്സാഹിച്ചുകൊണ്ട്. وأما من جاءك يسعى. എന്നാൽ ഉത്സാഹപൂർവം പാഞ്ഞുകൊണ്ട് നിന്റെ അടുക്കൽ വന്നവനാകട്ടെ, വചനം 9. വഹുവ, അവനാകട്ടെ, യഖ്ഷ, ഭയപ്പെടുന്നതാനും. وهو يخشى. അദ്ദേഹമോ അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. വചനം 10. ഫഅൻത അൻഹു, എന്നാൽ നീ അവനിൽ നിന്ന്, തലഹ, ശ്രദ്ധ തിരിക്കുന്നു, അശ്രദ്ധ കാണിക്കുന്നു. فأنت عنه تلهى. അദ്ദേഹത്തെപ്പറ്റി നീ അശ്രദ്ധ കാണിക്കുന്നു. ധനവും നേതൃത്വവുമുണ്ട്. ഞങ്ങൾ സ്വീകരിച്ചു വരുന്ന നടപടികളെല്ലാം തന്നെയാണ് ശരിയായിട്ടുള്ളതെന്ന ധാരണയും, അതുകൊണ്ട് മറ്റൊരാളുടെ ആശ്രയമോ ഉപദേശമോ തങ്ങൾക്കാവശ്യമില്ലെന്നാണ് അവരുടെ നില. അവർക്കുവേണ്ടി സമയം ചിലവഴിക്കുന്നതിനേക്കാൾ ഭേദം ഭയഭക്തനും വിജ്ഞാനദാഹിയുമായ ആ മാന്യന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കലാണ് എന്ന് താൽപ്പര്യം. ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം തിരുമേനി ആ മഹാനെ പൂർവാധികം ആദരിക്കുക പതിവായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ തിരുമേനി എൻ്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കുവാൻ ഇടയായ ആൾക്ക് സ്വാഗതം എന്ന് പറയാറുണ്ടായിരുന്നുവത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ടുപോയ ചില അവസരങ്ങളിൽ അദ്ദേഹത്തെയായിരുന്നു മദീനയിൽ അവിടുന്ന് പ്രതിനിധിയായി നിശ്ചയിച്ചിരുന്നത്. തിരുമേനിയുടെ ബാങ്ക് വിളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 3, 4, 8, 9 എന്നീ വചനങ്ങളിൽ അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസിച്ചത് എത്രമാത്രം അന്വർത്ഥമായിരിക്കുമെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാമല്ലോ. വചനം 11. കല്ല, അങ്ങനെ വേണ്ട, അതല്ല, ഇന്നഹ, നിശ്ചയമായും അത്, തദ്കിറ, ഒരു ഉപദേശമാണ്, സ്മരണയാണ്. കല്ലാ ഇന്നഹാ തദ്കിറ. അങ്ങനെ വേണ്ട, നിശ്ചയമായും അവ അഥവാ ഖുർആൻ വചനങ്ങൾ ഒരു ഉപദേശമാകുന്നു. വചനം 12. ഫമൻ ശാഅ, അതിനാൽ ആർ ഉദ്ദേശിച്ചുവോ, ദക്കറഹ്, അവനത് ഓർമ്മിക്കട്ടെ. ഫമൻ ശാഅ ദകറഹ്. ആകയാൽ ആർ വേണമെന്ന് ഉദ്ദേശിച്ചുവോ അവരത് ഓർമ്മിച്ചു കൊള്ളട്ടെ. വചനം 13. ഫീ സുഹുഫിൻ, ചില ഏടുകളിൽ, മുക്കർവമ, മാനിക്കപ്പെട്ട, ആദരണീയമായ. ഫീ സുഹുഫിൻ മുകർറമ. മാനിക്കപ്പെട്ടതായ ചില ഏടുകളിലാണ് അതുള്ളത്. വചനം 14. മർഫൂഅ, ഉയർത്തപ്പെട്ട, ഉന്നതമാക്കപ്പെട്ട. മുതഹ്ഹറ, ശുദ്ധമാക്കപ്പെട്ട. മർഫൂഅത്തിൻ മുതഹ്ഹറ. അതെ, ഉന്നതമാക്കപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതുമായ ഏടുകളിൽ. വചനം 15. ബി ഐദി, കൈകളിൽ, കൈകളാൽ. സഫറ, ചില ദൗത്യവാഹകന്മാരുടെ, എഴുത്തുകാരുടെ. ബിഐദി സഫറ. ചില ദൗത്യവാഹകന്മാരുടെ കൈക്ക്. വചനം 16. കിറോമിൻ, മാന്യന്മാരായ. ബററ, പുണ്യവാന്മാരായ. കിറാമിൻ ബററ. മാന്യന്മാരും പുണ്യവാന്മാരുമായ ദൗത്യവാഹകന്മാരുടെ കൈക്ക്. സാരം,
അങ്ങനെ സതുപദേശം തേടി വരുന്നവൻ്റെ നേരെ അശ്രദ്ധ കാണിക്കുകയും അതിനാവശ്യമില്ലെന്ന് വെച്ചവരുടെ നേരെ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യേണ്ടതില്ല. ഈ ഓതിക്കേൾപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ അഥവാ ഖുർആൻ വചനങ്ങൾ അവരിൽ നിർബന്ധപൂർവം വെച്ചു കെട്ടേണ്ട ആവശ്യവുമില്ല. കാരണം അവ കേവലം ഉപദേശങ്ങളാണ്. വേണമെന്നുള്ളവർ അത് സ്വീകരിച്ചു കൊള്ളട്ടെയെന്നേയുള്ളൂ. എന്നാൽ അത് സാധാരണ ഉപദേശങ്ങളെപ്പോലെയുള്ള ഒന്നല്ല. പുണ്യവാന്മാരും മാന്യന്മാരുമായ ചില ദൗത്യവാഹകന്മാരുടെ കൈക്ക് പരിശുദ്ധവും ഉന്നത നിലവാരത്തിലുള്ളതുമായ ആദരണീയ ഗ്രന്ഥങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഉപദേശങ്ങളത്രേ. അങ്ങനെ അവ വളരെ സംശുദ്ധവും പരിപാവനവുമാകുന്നു. സഫറത്ത് എന്ന വാക്കിനാണ് ദൗത്യവാഹകന്മാർ എന്ന് അർത്ഥം കൽപ്പിച്ചത്. രണ്ട് കൂട്ടർക്കിടയിൽ അന്യോന്യം സന്ദേശങ്ങൾ എത്തിക്കുന്നവർക്ക് സഫറത്ത് എന്ന് പറയപ്പെടും. അള്ളാഹുവിനും ജനങ്ങൾക്കുമിടയിലുള്ള ദൗത്യവാഹകന്മാരായ പ്രവാചകന്മാരെ ഉദ്ദേശിച്ചാണ് ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിക്കുന്നത്. എങ്കിലും ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി, ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മുതലായവർ അഭിപ്രായപ്പെട്ടതുപോലെ മലക്കുകളാണ് ഇവിടെ ഉദ്ദേശമെന്നുള്ളതാണ് ശരിയായ പക്ഷം. അള്ളാഹുവിനും പ്രവാചകന്മാർക്കുമിടയിലുള്ള ദൗത്യവാഹകരും വഹി കൊണ്ടുവരുന്നവരും മലക്കുകളാണല്ലോ. സഫറത്ത് എന്ന വാക്കിന് എഴുതുന്നവർ എന്നും അർത്ഥം വരും. ഈ അർത്ഥത്തെ ആധാരമാക്കി ഖുർആൻ എഴുതിവെക്കുന്ന സത്യവിശ്വാസികളാണ് ഇവിടെ ഉദ്ദേശ്യമെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇതനുസരിച്ച് ഫി സുഹ്ഫിൻ, ഏടുകളിൽ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ അപ്പപ്പോൾ അവതരിക്കുന്ന ഖുർആനിൻ്റെ ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനപ്രകാരം സ്വഹാബികൾ എഴുതി സൂക്ഷിച്ചു വന്നിരുന്ന ഏടുകളാണെന്നും അവർ പറയുന്നു. ദൗത്യവാഹകന്മാർ മലക്കുകളാണെന്ന് വെക്കുമ്പോൾ അതാണ് കൂടുതൽ ബലപ്പെട്ട അഭിപ്രായവും. ഏടുകൾ കൊണ്ടുള്ള വിവക്ഷ അള്ളാഹുവിൻ്റെ ജ്ഞാനഫലകമാകുന്ന ലൗഹുൽ മഹ്ഫൂൽ ആയിരിക്കുന്നതാണ്. സൂറത്ത് വാഖിയയിലെ 77 മുതൽ 80 വരെയുള്ള ആയത്തുകളിൽ ഖുർആനെപ്പറ്റി ഭദ്രമായ ഒരു ഗ്രന്ഥത്തിലാണ് അത് ഉള്ളതെന്നും പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ അത് സ്പർശിക്കുന്നതല്ലെന്നും അത് ലോകരക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കുന്നതാണെന്നും പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. സൂറത്ത് ബുറൂജിൽ ബൽ ഹുവ ഖുർആനും മജീദ് ഫി ലൗഹിം മഹ്ഫൂദ്, എങ്കിലും അത് മഹത്തായ ഒരു ഖുർആനാകുന്നു, സുരക്ഷിതമായ ഒരു ഫലകത്തിലാണുള്ളത് എന്നും പറഞ്ഞിരിക്കുന്നു. ഈ ആശയം തന്നെയാണ് ഈ വാചകങ്ങളും ഉൾക്കൊള്ളുന്നത്. കൂടുതൽ വിവരം ആ രണ്ട് സ്ഥലത്തും നോക്കുക. ഒരു സംഗതി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. സ്വഹാബികളാകുന്ന സത്യവിശ്വാസികളുടെ കൈക്ക് എഴുതി സൂക്ഷിക്കപ്പെട്ടു വരുന്ന ഏടുകളാണ് ഇവിടെ ഉദ്ദേശമെന്ന് വെക്കുമ്പോൾ അവ വാസ്തവത്തിൽ പരിശുദ്ധവും ഉന്നതവും തന്നെയാണെങ്കിലും അവയെപ്പറ്റി ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായ ഖുറൈശി പ്രമാണികളുടെ ദൃഷ്ടിയിൽ അതിന് ഒരു പ്രത്യേക പരിഗണനയുണ്ടാകുവാൻ അവകാശമില്ല. അവരുടെ മേൽ അത് വെച്ചു കെട്ടേണ്ടതില്ലെന്നും വേണമെങ്കിൽ അവർ സ്വീകരിച്ചു കൊള്ളട്ടെയെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഈ വിഷയം അള്ളാഹു പ്രസ്താവിക്കുന്നത്. അപ്പോൾ അവർക്ക് സുപരിചിതരും അവരുടെ ദൃഷ്ടിയിൽ നിസാരന്മാരുമായ സ്വഹാബികൾ എഴുതി സൂക്ഷിക്കുന്ന ഏടുകളുടെ പരിഭാവനത്വം അവരുടെ മുമ്പിൽ വെക്കുന്നതിൽ വളരെ ഔചിത്യമൊന്നും കാണുന്നില്ല. സഫറത്തിൻ്റെയും ഏടുകളുടെയും വിശേഷണങ്ങളായി അള്ളാഹു പറഞ്ഞ വാക്കുകൾ പരിശോധിച്ചാലും ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി മുതലായവരുടെ അഭിപ്രായത്തിനാണ് മുൻതൂക്കം കാണുന്നത്. അല്ലാഹു ആലം. വചനം 17. ഊത്തിയില, കൊല്ലപ്പെടട്ടെ, നശിക്കട്ടെ, ശാപമടയട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. മാ അക്ഫറോ, അവനെ ഇത്രയധികം നന്ദികെടുത്തിയത്, അവിശ്വാസിയാക്കിയത് എന്താണ്? ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹ്, മനുഷ്യൻ കൊല്ലപ്പെടട്ടെ അഥവാ നാശമടയട്ടെ. എന്താണവൻ ഇത്ര നന്ദി കെട്ടവൻ അഥവാ അവിശ്വാസിയായത്? വചനം 18. മിൻ അയ്യി ഷൈഇൻ, ഏതൊരു വസ്തുവിൽ നിന്നാണ്. ഖലഖഹ്, അവൻ അവനെ സൃഷ്ടിച്ചത്. മിൻ അയ്യി ഷൈഇൻ ഖലഖഹ്, ഏതൊരു വസ്തുവിൽ നിന്നാണ് അവൻ അഥവാ അള്ളാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്? വചനം 19. മിൻ നുത്ഫത്തിൻ, ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്. ഖലഖഹു, അവൻ അവനെ സൃഷ്ടിച്ചു. ഫഖദ്ദറഹ്, എന്നിട്ടവനെ കണക്കാക്കി വ്യവസ്ഥ ചെയ്തു. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ്, ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നു തന്നെ, അതെ അവനെ അവൻ സൃഷ്ടിച്ചു,
എന്നിട്ട് അവനെ വേണ്ട പ്രകാരം വ്യവസ്ഥ ചെയ്തു. വചനം 20. സുമ്മ സബീല, പിന്നെ വഴി, യസ്സറ, അവൻ അവനു എളുപ്പമാക്കി. ثم السبيل يسره. പിന്നെ അവൻ ചരിക്കേണ്ടുന്ന മാർഗം അവന് എളുപ്പമാക്കിക്കൊടുത്തു. വചനം 21. സുമ്മ അമാതഹു, പിന്നെ അവനെ മരണപ്പെടുത്തി. ഫഅഖ്ബറ, എന്നിട്ടവനെ ഖബറിലാക്കി. ثم أماته فأقبره. പിന്നെ അവനെ മരണപ്പെടുത്തി എന്നിട്ടവനെ ഖബറിലാക്കി മറച്ചു. വചനം 22. സുമ്മ ഇദാ ശാഅ, പിന്നെ അവൻ ഉദ്ദേശിച്ചാൽ, വേണ്ടുക വെക്കുമ്പോൾ, അൻശറഹ്, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ثم إذا شاء أنشره. പിന്നീട് അവൻ അഥവാ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. മനുഷ്യൻ സത്യനിഷേധിയും ധിക്കാരിയുമായി ജീവിക്കുക വഴി അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികേടിൻ്റെ ഗൗരവം അവൻ്റെ ആദ്യന്ത ചരിത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവനെ ധൈര്യപ്പെടുത്തുകയാണ്. അതേ ചരിത്രം തന്നെ അവൻ്റെ പുനരുത്ഥാനത്തിന് തെളിവ് നൽകുകയും ചെയ്യുന്നു. അവൻ്റെ അസ്തിത്വം ഉടലെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ച് അവൻ്റെ മനസ്സിനെ തട്ടി ഉണർത്തിക്കൊണ്ടാണ് ആ ചരിത്രം അവനെ ഓർമ്മിപ്പിക്കുന്നത്. അതെ, കേവലം നിസ്സാരമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാണ് അവൻ്റെ ഉത്ഭവം. അങ്ങനെ അവന് ഒരു പൂർണ്ണമായ മനുഷ്യരൂപം നൽകി, ആകൃതിയും പ്രകൃതിയും നിശ്ചയിച്ചു, അന്നവും ആയുസ്സുമെല്ലാം വ്യവസ്ഥ ചെയ്തു, നന്മതിന്മകളുടെയും വിജയപരാജയത്തിൻ്റെയും മാർഗം വിവരിച്ചുകൊണ്ട് നേർമാർഗവും സൗകര്യപ്പെടുത്തി കൊടുത്തു. അതെ, അവന് വേണ്ടതെല്ലാം കൊടുത്തരുളി. പിന്നീട് ആയുഷ്കാലം അവസാനിച്ചപ്പോൾ മരണപ്പെടുത്തി ഭൂമിയിൽ മറക്കുകയും ചെയ്തു. ഇതിൻ്റെയെല്ലാം കർത്താവും നേതാവുമായ അതേ അള്ളാഹു തന്നെയാണ് താൻ ഉദ്ദേശിക്കുന്ന ഒരവസരത്തിൽ മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുന്നതും. എന്തുകൊണ്ട് ഈയൊരു കാര്യം അവന് വിശ്വസിക്കുവാനും ന്യായീകരിക്കുവാനും കഴിയുന്നില്ല? ഇതിൻ്റെ പേരിലാണല്ലോ അവൻ്റെ നിഷേധവും ധിക്കാരവുമൊക്കെ. അപ്പോൾ അവൻ്റെ നന്ദികേടും അവൻ്റെ നിഷേധവും അങ്ങേയറ്റം കടുത്തതു തന്നെ. ഖുതില, കൊല്ലപ്പെടട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥത്തെയും ഉദ്ദേശ്യത്തെയും സംബന്ധിച്ച് സൂറത്ത് മുദ്ദസിറിൽ വിവരിച്ചത് ഓർക്കുക. മനുഷ്യൻ്റെ നന്ദികേടിൽ അള്ളാഹുവിനുള്ള വെറുപ്പും പ്രതിഷേധവുമാണത് കുറിക്കുന്നത്. അള്ളാഹു തുടർന്നു പറയുന്നു. വചനം 23. കല്ല, അങ്ങനെയല്ല, വേണ്ട. ലമ്മ യഖ്ളി, അവൻ നിർവഹിച്ചിട്ടില്ല. മാ അമറഹു, അവൻ അവനോട് കൽപ്പിച്ചത്. كلا لما يقض ما أمره. അങ്ങനെ വേണ്ട, അവനോട് അവൻ അഥവാ അള്ളാഹു കൽപ്പിച്ചതു അവൻ നിർവഹിച്ചില്ല. വചനം 24. ഫൽയൻളുർ, എന്നാൽ നോക്കിക്കൊള്ളട്ടെ, അൽ ഇൻസാനു, മനുഷ്യൻ, ഇലാ തആമിഹി, തൻ്റെ ഭക്ഷണത്തിലേക്ക്. فلينظر الإنسان إلى طعامه. എന്നാൽ മനുഷ്യൻ തൻ്റെ ഭക്ഷണത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. വചനം 25. അന്നാ സ്വബബ്ന, നാം ചൊരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അൽമാ, വെള്ളം. സ്വബ്ബ, ഒരു ചൊരിക്കൽ. أنا صببنا الماء صبا. അതായത് നാം മഴവെള്ളം ഒരു ശക്തിയായ ചൊരിച്ചു കൊടുക്കൽ കൊടുത്തിരിക്കുന്നത്. വചനം 26. തുമ്മ ഷഖഖ്ന, പിന്നെ നാം പിളർത്തി. അൽ അർദ, ഭൂമിയെ. ഷഖ്ഖ, ഒരു പിളർത്തൽ. ثم شققنا الأرض شقا. പിന്നെ ഭൂമിയെ നാം ഒരു യുക്തമായ പിളർത്തൽ പിളർത്തി. വചനം 27. ഫഅംബത്ന, എന്നിട്ടു നാം മുളപ്പിച്ചു, ഉൽപ്പാദിപ്പിച്ചു. ഫീഹ, അതിൽ. ഹബ്ബ, ധാന്യം. فأنبتنا فيها حبا. അങ്ങനെ അതിൽ നാം ധാന്യം മുളപ്പിച്ചു. വചനം 28. വഇനബ, മുന്തിരിയും. വഖദ്ബ, പച്ചക്കറിയും. وعنبا وقضبا. മുന്തിരിയും പച്ചക്കറിയും. വചനം 29.
വസൈത്തൂനൻ സൈത്തൂനും ഒലീവും വനഖ്ല ഈത്തപ്പനയും وزيتونا ونخلا ഒലീവും ഈത്തപ്പനയും വചനം 30. വഹദായിഖ തോട്ടങ്ങളും ഗുൽബ നിറഞ്ഞ തിങ്ങിയ നിബിഡമായ وحدائق غلبا വൃക്ഷങ്ങൾ തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും വചനം 31. വഫാക്കിഹത്തൻ പഴങ്ങളും വഅബ്ബ മേച്ചിൽ പുല്ലും وفاكهة وأبا പഴവർഗവും മേച്ചിൽ പുല്ലും മുളപ്പിച്ചു. വചനം 32. മതാഅല്ലക്കും നിങ്ങൾക്ക് ഉപയോഗത്തിന്, വലി അൻആമിക്കും നിങ്ങളുടെ കാലികൾക്കും, متاعا لكم ولأنعامكم നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്. മനുഷ്യനും അവൻ്റെ കാലികൾക്കും ആവശ്യമായ വിവിധ ഭക്ഷ്യവിഭവങ്ങളെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുകയും അതിനുവേണ്ടി മഴ വർഷിപ്പിക്കുകയും ഭൂമി പാകപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് മാത്രം അവർ ചിന്തിച്ചു നോക്കുന്നതായാലും അവർ അള്ളാഹുവിന് അളവറ്റ നന്ദി ചെയ്യുവാൻ കടപ്പെട്ടവരാണെന്ന് കാണാം. ഇവക്ക് പുറമെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ വേറെയും ഇരിക്കുന്നു. എന്നിട്ടും അവൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റുവാനോ അവനോട് നന്ദി കാണിക്കുവാനോ തയ്യാറാകുന്നില്ല എന്ന് സാരം. പച്ചയിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറിച്ചെടി അഥവാ പോഷകച്ചെടികൾക്കും പൊതുവിൽ പറയപ്പെടുന്ന വാക്കാണ് ഖൽബ്. ഒരു പ്രത്യേക ചെടിയുടെ പേരാണെന്നും കറിക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഇലച്ചെടികൾക്കും പറയുന്ന പേരാണെന്നും അഭിപ്രായമുണ്ട്. അബ്ബ് എന്നാൽ മനുഷ്യർ തിന്നാറില്ലാത്തതും കാലികൾ മേഞ്ഞു തിന്നുന്നതുമായ പുൽച്ചെടികളാകുന്നു. നന്ദികേടിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്ന ആ ഭയങ്കര ഘട്ടത്തെപ്പറ്റിയാണ് അടുത്ത വചനങ്ങളിൽ വിവരിക്കുന്നത്. വചനം 33. ഫഇദാ ജാഅത് എന്നാൽ വന്നാൽ, വരുമ്പോൾ, അസ്സാഖ ചെകിടടക്കുന്ന ശബ്ദം. فإذا جاءت الصاخة എന്നാൽ ചെകിടടക്കുന്ന ആ ഭീകര ശബ്ദം വന്നാൽ, വചനം 34. യൗമ യഫിറു പേടിച്ചോടിപ്പോകുന്ന ദിവസം, അൽ മർഉ മനുഷ്യൻ, മിൻ അഖീഹി തൻ്റെ സഹോദരനെ വിട്ട്, يوم يفر المرء من أخيه അതായത് മനുഷ്യൻ തൻ്റെ സഹോദരനെ വിട്ടു ഓടിപ്പോകുന്ന ദിവസം. വചനം 35. വ ഉമ്മിഹി തൻ്റെ ഉമ്മയെ വിട്ട്, വ അബീഹി തൻ്റെ ബാപ്പയെയും, وأمه وأبيه തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ടും, വചനം 36. വസാഹിബതിഹി തൻ്റെ തുണയെയും ഭാര്യയെയും, വ ബനീഹി തൻ്റെ മക്കളെയും, وصاحبته وبنيه തൻ്റെ തുണ അഥവാ ഭാര്യയെയും തൻ്റെ മക്കളെയും വിട്ടും ഓടുന്ന ദിവസം, അഥവാ എന്തായിരിക്കും അന്ന് അവൻ്റെ നില. വചനം 37. ലികുല്ലിമ്രിഇൻ എല്ലാ മനുഷ്യനുമുണ്ട്, മിൻഹും അവരിൽ നിന്ന്, യൗമ ഇദിൻ അന്ന് ആ ദിവസം, ശഅ്നുൻ ഒരു കാര്യം വിഷയം, യുഗ്നീഹ് അവനെ ഐശ്വര്യമാക്കുന്ന മതിയാക്കുന്ന, لكل امرئ منهم يومئذ شأن يغنيه അന്നത്തെ ദിവസം അവരിൽ എല്ലാ ഓരോ മനുഷ്യനുമുണ്ടായിരിക്കും അവന് മതിയാകത്തക്ക ഒരു കാര്യം. അന്ത്യനാളിൽ സംഭവിക്കുന്ന കാഹളം ഊത്തിനെപ്പറ്റിയാണ് അസ്വാഹ ഉഗ്രത നിമിത്തം ചെകിടുപൊട്ടി കേൾവി നഷ്ടപ്പെടുമാറുള്ള ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഓരോരുത്തരും ഭയവിഹ്വലരായി കിടുകിടുത്തു പോകുന്നു. ഒരാൾക്കും മറ്റൊരാളെക്കുറിച്ച് ചിന്തയോ ഓർമ്മയോ ഉണ്ടാകുന്നതല്ല. ഓരോരുത്തനും തൻ്റെ കാര്യം എന്നു മാത്രമായിരിക്കും. കാരണം അവനവൻ്റെ കാര്യം തന്നെ അവനവനു പിടിപ്പതും അതിലധികവുമുണ്ടായിരിക്കും.
എന്നാൽ അള്ളാഹുവിനോട് കൂറും ഭക്തിയും പുലർത്തുന്നവരും നന്ദികേടും ധിക്കാരവും കാട്ടിക്കൊണ്ടിരിക്കുന്നവരും ഒരുപോലെയായിരിക്കുമോ? അല്ല. വചനം 38. വുജൂഹുൻ ചില മുഖങ്ങൾ, യൗമ ഇദിൻ അന്ന്, മുസ്ഫിറ തെളിഞ്ഞവയായിരിക്കും, ശോഭിച്ചവയായിരിക്കും. وجوه يومئذ مسفرة. ചില മുഖങ്ങൾ അന്നത്തെ ദിവസം പ്രസന്നമായി തെളിഞ്ഞവയായിരിക്കും. വചനം 39. ദാഹിക ചിരിക്കുന്നവ, മുസ്തബ്ശിറ സന്തോഷം കൊള്ളുന്നവ. ضاحكة مستبشرة. ചിരിക്കുന്നവയായിരിക്കും, സന്തോഷം കൊള്ളുന്നവയായിരിക്കും. വചനം 40. വവുജൂഹുൻ ചില മുഖങ്ങളാവട്ടെ, യൗമ ഇദിൻ അന്ന്, അലൈഹ അതിൻ്റെ മേലുണ്ടായിരിക്കും, ഗോബറ പൊടി. ووجوه يومئذ عليها غبرة. വേറെ ചില മുഖങ്ങളാകട്ടെ, അന്നു അവയുടെ മേൽ പൊടിപടലം ഉണ്ടായിരിക്കും. വചനം 41. തർഹഖുഹ അവയെ മൂടും, പൊതിയും, ഖതറ കൂരിരുട്ട്, ഇരുൾ. ترهقها قترة. അവയെ കൂരിരുട്ട് മൂടിയിരിക്കും. വചനം 42. ഉലൈക അക്കൂട്ടർ, ഹുമുൽ കഫറ അവർ തന്നെയാണ് അവിശ്വാസികൾ, നന്ദികെട്ടവർ, അൽ ഫജറ തോന്നിയവാസികളായ, മഹാപാപികളായ. أولئك هم الكفرة الفجرة. അക്കൂട്ടരെത്രേ തോന്നിവാസികളായ അവിശ്വാസികൾ. അപ്പോൾ ആദ്യം പറഞ്ഞ പ്രസന്നമുഖങ്ങൾ സുഹൃതവാന്മാരായ സത്യവിശ്വാസികളാണെന്ന് പറയേണ്ടതില്ല. അള്ളാഹു അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമ്മയെല്ലാം സുഹൃതവാന്മാരായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.